വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്രുതി ടീച്ചറാണ്. അപ്പൊ എന്റെ എല്ലാ മക്കളും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്നേഹ സ്വാഗതം. ഇന്ന് പരീക്ഷാ സമയമൊക്കെ ആവുമ്പോ ടീച്ചർ പരീക്ഷാ ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് വരാറല്ലേ. അതിനു മുൻപ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊന്നും ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കണം കേട്ടോ. കാരണം എന്താണ്, മാരത്തോൺ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ നോട്ട്സ് ഒന്നും കിട്ടില്ല. അപ്പൊ ഫ്രീ ആയിട്ട് നോട്ട്സ് ഒക്കെ കിട്ടാൻ വേണ്ടി വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാ. അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, മാരത്തോണിലൊക്കെ സ്ഥിരമായിട്ട് ഡെയിലി മാരത്തോണും മോർണിംഗ് ബൂസ്റ്ററും എല്ലാം നമുക്ക് എന്ത് ചെയ്യണം, പങ്കെടുക്കണം. എല്ലാ ക്ലാസ്സുകളും കാണുക. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പരീക്ഷയില് മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇന്ന് ടീച്ചർ പറയാൻ പോകുന്നത് എന്താണ്, നിങ്ങൾക്ക് എഴുതാനുള്ള എന്തോ ആണ്. പരീക്ഷയ്ക്കൊക്കെ സാധാരണ കാണാറുള്ള ഒരു ചോദ്യം, വർണ്ണന തയ്യാറാക്കാം. എന്തിനെങ്കിലും കുറിച്ചൊരു വർണ്ണന വേണം. നമ്മളോട് ചിലപ്പോ വയലിന്റെ വർണ്ണന ചോദിക്കാം, അല്ലേ, പ്രകൃതിയുടെ വർണ്ണന ചോദിക്കാം, അതുപോലെ സന്ധ്യാസമയത്തിന്റെ വർണ്ണന ചോദിക്കാം. ഇന്ന് ടീച്ചർ നിങ്ങൾക്കൊരു വർണ്ണന പറഞ്ഞു തരാം. എങ്ങനെയാണ് വർണ്ണന തയ്യാറാക്കേണ്ടത് എന്ന് ഒരു ഐഡിയ കിട്ടും, എന്ത് വന്നാലും എഴുതാൻ പറ്റുന്ന തരത്തില്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു വർണ്ണന തയ്യാറാക്കേണ്ടത്. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വർണ്ണിക്കുകയാണ്, അല്ലാതെ വിവരിക്കുകയല്ല അല്ലെ. വിവരിക്കുമ്പോൾ കാര്യങ്ങൾ പോലെ പറയാം. സൂര്യൻ അസ്തമിച്ചു അല്ലെ, സൂര്യൻ അസ്തമിച്ചു, കിളികൾ കൂട്ടിലേക്ക് പോയി എന്നൊക്കെ. പക്ഷെ അതിന് കുറച്ചും കൂടെ ഒരു മനോഹരമാക്കിയിട്ട് എഴുതുന്നതാണ് വർണ്ണന. അപ്പൊ വർണ്ണന എങ്ങനെയാ എഴുതുന്നത് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിന്റെ കാര്യമൊക്കെ മറന്നു പോരുത് കേട്ടോ. സൈലത്തിന് ഒരുപാട് ബാച്ചുകളുണ്ട്. എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് ഏതാണ് വേണ്ട ബാച്ച് എന്ന് വെച്ചാൽ, അതായത് നിങ്ങൾക്ക് 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഏട്ടന്മാരോ ഏച്ചിമാരോ അല്ലെ 7ാം ക്ലാസ്സിലൊക്കെ അങ്ങനെ എല്ലാ ക്ലാസ്സിലും അപ്പുറത്തും ഇപ്പുറത്തും എല്ലാ ആളുകൾ ഉണ്ടാവും അല്ലേ, ഉണ്ടാവാറില്ലേ? ഫ്രണ്ട്സ് ആയിട്ടും ഏട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടാവും. എല്ലാവരോടും പറയാ സൈലത്തിന്റെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പരീക്ഷയൊക്കെ അടിപൊളിയാക്കാൻ. 4ാം ക്ലാസ് മുതലാണ് നമുക്ക് ബാച്ച് ഉള്ളത്. 3ാം ക്ലാസ്സിൽ ബാച്ച് ഇല്ല, യൂട്യൂബിലെ ക്ലാസ് മാത്രമാണ് ഉള്ളത് അല്ലെ. പക്ഷെ ബാക്കി എല്ലാ ക്ലാസ്സിനും 4 മുതൽ നീറ്റ് ജെഇ വരെ നമുക്ക് ക്ലാസ്സുകളുണ്ട്. അപ്പൊ താഴെ ഒരു നമ്പർ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടാവും. ആ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ അഡ്മിഷൻ ഒക്കെ ഉറപ്പുവരുത്താം കേട്ടോ. ഓക്കെ, അപ്പൊ പരീക്ഷയൊക്കെ അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വർണ്ണനയൊന്ന് നോക്കാം. ഇത് എന്തിനെ കുറിച്ചുള്ള വർണ്ണനയാണെന്നറിയോ? മഴ പെയ്ത സമയത്ത് എന്തൊക്കെയാ, പെട്ടെന്നൊരു മഴ ഇങ്ങ് പെയ്തു. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാ, നമ്മൾ അതിനെ കുറിച്ചൊന്ന് വർണ്ണിക്കുകയാണേ. നോക്കണേ. വരണ്ട മണ്ണിലേക്ക് പുതുമഴ നിറഞ്ഞു പെയ്തു. നനഞ്ഞ മണ്ണിന്റെ മണം എങ്ങും പരന്നു. തണുത്ത കാറ്റ് അന്തരീക്ഷത്തെ ആകെ തഴുകി കലോടി. വിവരണാണെങ്കിലും നമ്മൾ എന്തെഴുതും? തണുത്ത കാറ്റടിച്ചു അല്ലേ. തണുത്ത കാറ്റ് അന്തരീക്ഷത്തെ ആകെ തഴുകി തലോടി. വേനൽ ചൂടേറ്റ് തളർന്നുറങ്ങിയ പുൽനാമ്പുകൾ പ്രസരിപ്പോടെ തലപൊക്കി. പുല്ലുകൾക്കിടയിൽ നിന്നും പുൽച്ചാടികൾ എത്തി നോക്കി. ഇലകൾക്ക് വെള്ളത്തുള്ളികൾ പുതുജീവൻ നൽകി. അല്ലെ, ഇതൊക്കെ നല്ല കാവ്യാത്മകമായിട്ടാണ് നമ്മൾ പറയുന്നത്. പുല്ല് മുളച്ചു എന്ന് പറഞ്ഞാൽ മതി. അതിനു പകരം നമ്മൾ എന്താ പറഞ്ഞേ? പുല്ലുകൾക്കിടയിൽ നിന്നും പുൽച്ചാടികൾ എത്തി നോക്കി അല്ലെ. അത് അടുത്തത് പറയുന്നു, ഇലകൾക്ക് വെള്ളത്തുള്ളികൾ പുതുജീവൻ നൽകി. പാറിപ്പറന്ന പക്ഷികൾ മരച്ചില്ലകളിൽ ചിറകുതുക്കി. ഇയാം പാറ്റകൾ അന്തരീക്ഷത്തിലേക്ക് പറന്നുയർന്നു. മണ്ണും വിണ്ണും മഴത്തുള്ളികളാൽ നനഞ്ഞു വിറങ്ങലിച്ചു. മണ്ണും വിണ്ണും മഴത്തുള്ളികളാൽ നനഞ്ഞ് വിറങ്ങലിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വർണ്ണന തയ്യാറാക്കേണ്ടത്. ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് എത്ര ഗ്രേഡ് കിട്ടും? ഏത് ഗ്രേഡ് കിട്ടും? ഉറപ്പായിട്ടും എ ഗ്രേഡ് കിട്ടും. എ ഗ്രേഡിന് മാത്രമുള്ള ഒരു വർണ്ണന ഉണ്ടത്. അപ്പോ ഏതിനെ കുറിച്ച് വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? അല്പം മനോഹരമാക്കി എഴുതുക. ഹാൻഡ് റൈറ്റിംഗ് മനോഹരമാക്കാനല്ല, ഇങ്ങനെ വർണ്ണിച്ചെഴുതുക. വെറും വിവരണായി പോകരുത്. മഴ പെയ്തു, മഴ പെയ്തിട്ട് മണ്ണൊക്കെ നനഞ്ഞു അല്ലേ, അങ്ങനെ എഴുതാതെ ഇത് നോക്കൂ, നനഞ്ഞ മണ്ണിന്റെ മണം എങ്ങും പരന്നു. അങ്ങനെയല്ലേ ടീച്ചർ എഴുതിയത്? അപ്പോൾ ഇതുപോലെയാണ് ഒരു വർണ്ണന തയ്യാറാക്കേണ്ടത്. നിങ്ങൾ അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക. ഒരു ടെൻഷനും വേണ്ട. പരീക്ഷാ ഹാളിലേക്ക് പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നല്ലോണം ഒന്ന് വായിച്ചു നോക്കുക. ഇനിയിപ്പോ വർണ്ണനയാണോ വിവരണാണോ എന്നൊക്കെ കൃത്യമായിട്ട് നോക്കണം കേട്ടോ. ചിലപ്പോ വർണ്ണനാന്ന് കാണുമ്പോ നിങ്ങൾ വിവരിച്ചങ്ങ് എഴുതും. വർണ്ണിച്ചാണ് എഴുതേണ്ടത്, നല്ല മനോഹരമായിട്ട്. അതുപോലെ ആസ്വാദനക്കുറിപ്പൊക്കെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. നിവേദനം, അങ്ങനെ ഓരോരോ ചോദ്യങ്ങളും ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം നോക്കി ഒന്ന് പഠിക്കുക. ഒന്നും കൂടെ
ഒന്ന് ഓർത്ത് നോക്കുക കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാ ടീച്ചർ കൂടെ ഉണ്ട്, സൈലത്തിലെ ഓരോ ടീച്ചേഴ്സും കൂടെ ഉണ്ട്. അപ്പൊ ഹാപ്പി 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 ബൈ ബൈ.